പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. മക്കളെ, ഇന്ന് മെയ് 5-ാം തീയതിയാണ്, തിങ്കളാഴ്ച. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. പൊടിക്കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയവാൽവ് ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെയും കർത്താവ് നിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരളി എലാർജി ചെയ്യുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് തലവേദന വിട്ടുമാറാത്ത തലവേദന മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. അതുപോലെ തന്നെ തലയിൽ
ചെറിയ സൂക്ഷ്മമായിട്ടുള്ള സിസ്റ്റുകൾ വരുന്നതിൻ്റെ പേരിൽ തലയിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നവരെ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നടുവേദന, മുട്ടുമാറാത്ത നടുവേദനക്കാരെയും അതുപോലെ അലർജികൾ ഉണ്ടാകുന്നവരെ, എപ്പോഴും തുമ്മുകയും ചീറ്റുകയും ചെയ്യുന്നവരെയും അലർജി രോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ. ഈശോ വല്ലാതെ തലമുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവ് തിരുസന്നിധി കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ കർത്താവ് വർഷമാകുന്ന മുമ്പ് എങ്ങനെയെങ്കിലും കല്യാണം നടന്നേ മതിയാകത്തുള്ളൂ. വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികളെ തിരക്കി നടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട്. പറമ്പ് വിറ്റുമാറാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും സാമൂഹ്യമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ വൈവാഹിക തടസ്സങ്ങൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ള മക്കൾ പലതരത്തിലുള്ള ബാലാരിഷ്ടതകളും രോഗങ്ങളും മൂലം ആ കുഞ്ഞുങ്ങൾ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. ഉള്ളതിനേക്കാൾ നല്ല ഇല്ലാത്തതായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നിൻ്റെ കണ്ണീരോടെ നടക്കുന്ന മാതാപിതാക്കന്മാർ ഒത്തിരിയുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിന് തിരുമുറുവാടുന്ന വലത് കരം ആ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കുകയും ആ കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ, ജനിതകമായ തകരാറുകൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ കർത്താവെ ചിട്ടികൾ, ബാങ്ക് അക്കൗണ്ടുകൾ, അതുപോലെ സാമ്പത്തിക കുടുക്ക വാങ്ങലുകൾ, അതിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ ചെന്നിട്ട് അവസാനം വലിയ വഴക്കും കോലാഹലങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് പൈസയും നഷ്ടപ്പെട്ട് വീട്ടുകാരും കുറ്റപ്പെടുത്തി നാട്ടുകാരും കുറ്റപ്പെടുത്തി ഇങ്ങനെ തലതിരിഞ്ഞതുപോലെ ഇങ്ങനെ ഇറങ്ങി നടക്കണം ആരോഗ്യം. ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ സഹിക്കാൻ പാലാത്ത, ആര് രക്ഷിക്കുമോ ആര് സഹായിക്കുമോ എന്നറിയാൻ പാലാത്ത വേദന കൊണ്ട് നടക്കുന്നവർ ഈ നിമിഷം കർത്താവ് നാമത്തെ ആശിപ്പിക്കപ്പെടുകയും മാതാവിൻ്റെ മധ്യസ്ഥ നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവ് യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് തിരിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ, യാത്രാ ലക്ഷ്യങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പുതിയ അഡ്മിഷന് വേണ്ടിയും പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവർ, ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരും, അതുപോലെ തന്നെ പുതിയ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരും, അതിൻ്റെ മേഖലകൾ അനുഭവിക്കുന്ന സാങ്കേതികവും പണപരമായ തടസ്സങ്ങൾ, അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവ് നിങ്ങളോട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളുടെ മേൽ ദൈവകരുണ തോന്നണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്നറിയാമോ? അതായത് പ്രവർത്തികൾ കൂടാതെ ഉള്ള വിശ്വാസം നിർജ്ജീവമാണെന്നാണ് കണ്ടത്. അതിനെതിരായിട്ടുള്ള അപ്പോസ്തലിക പാരമ്പര്യമാണ് നമ്മൾ യാക്കോബ് 2:16 2:17 കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോബ് ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഈശോയുടെ സമ്പൂർണമായ പഠനങ്ങൾ, യഹൂദ പഠനം മാത്രമാണ് ആദ്യം ഈ പൗലോസിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ അയാൾ അദ്ദേഹം നീതീകരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷയുടെ വലിയൊരു കാര്യം വിശ്വാസമാണെന്ന രീതിയിൽ ആ യഹൂദ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ക്രിസ്ത്യ പാരമ്പര്യം ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത് പൗലോസിനല്ല കിട്ടിയത്, അത് യാക്കോബിനാണ് കിട്ടിയത്. യാക്കോബ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, നല്ല സമരിയാക്കാരൻ്റെ കഥ പറഞ്ഞ കർത്താവ് ഇവൻ്റെ കാര്യത്തിൽ സത്ത വേണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം കൊണ്ട് മാത്രം ശരിയാകത്തില്ല, സജീവ വിശ്വാസത്തിന് പ്രവൃത്തികൾ വേണമെന്ന് പറഞ്ഞു. റോമ 4:3. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ ഈ ഒരു നിലപാടാണ്. കാര്യം നമുക്ക് കൈമുടക്കൊന്നും ഇല്ല, കൈ നനയാതെ രക്ഷ അടിച്ചു മാറ്റാം, ഒന്ന് വിശ്വസിച്ച് കൊടുത്താൽ മതി എന്നുള്ള ഒരു കേവലമായിട്ടുള്ള അതിന് യാക്കോബിൻ്റെ സമയത്ത് വരുമ്പോൾ യാക്കോബ് പറയും അത് വിശ്വാസമല്ല, ഈ വിശ്വാസം പോലും രക്ഷ കിട്ടത്തില്ലെന്നുമല്ല. ഈശോ പറഞ്ഞ എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണെന്നല്ല, അത് സമർത്ഥമാകാൻ വേണ്ടിയാണ്. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അതെ, അപ്പൊ ജീവൻ സമൃദ്ധി വരണത് പ്രവൃത്തികളിലൂടെയാണെന്നാണ്
യാക്കോബ് പറയണത്. മറ്റത് രക്ഷ പ്രാപിക്കാം, പക്ഷേ ആ രക്ഷയുടെ സമൃദ്ധിയില്ലേ. കർത്താവ് എന്തിനാണ് വന്നത്? നമുക്ക് കേവലമായ നോമിനൽ മെമ്പറാക്കാൻ വേണ്ടി, സ്വർഗരാജ്യത്തിൻ്റെ നോമിനൽ മെമ്പറാക്കാൻ വേണ്ടി വന്നതല്ലേ, ഇഫക്റ്റീവ് മെമ്പറായിട്ട് വേണ്ട. 5:6 എടുത്തേ. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. അങ്ങനെ ആചാരവട്ടങ്ങള് കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പൊ പ്രവൃത്തിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രവൃത്തിയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ വരുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് തോട്ട്സാണ് അതിൻ്റെ അകത്ത് വരണത്. പക്ഷേ ഇതിന് ഒരു ഡെവലപ്മെൻറ്റ്സ് ഒന്നും യാക്കോബിലില്ല. യാക്കോബ് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ് യാക്കോബ്. അപ്പോൾ യാക്കോബിനറിയാം ഇത് കേവല വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് രക്ഷ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല, കൈ തന്നെ പിടിക്കാൻ പറ്റത്തില്ല. അത് നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ക്രിസ്തുവാണ് തൻ്റെ പീഡാനുഭവത്താൽ നേടിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പേയ്മെൻ്റ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളത് പ്രവർത്തിച്ച് കാണിക്കണമെന്ന് പറയണത്. അപ്പം അതുകൊണ്ടാണ് യാക്കോബ് പ്രവർത്തിയുടെ ഒരു അപ്പോസ്തലനായിട്ട് വരണത്. നമ്മുടെ ഉടമ്പടിയിൽ പ്രവർത്തികൾക്കല്ലേ പ്രാധാന്യം വരണത്. അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയല്ലേ. അതുതന്നെ ഈ പീലിപ്പോസിൻ്റെ സംഭവം അത് തന്നെയാണ്. പീലിപ്പോസിൻ്റെ എന്താ പ്രവൃത്തി, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്താണ്? അവൻ ഇതിൻ്റെ കൂടെ നടക്കും. ആരുടെ? നമ്മളുടെ എത്യോപ്യക്കാരൻ ഷണ്ടൻ്റെ രഥത്തിൻ്റെ കൂടെ നടക്കണ കണ്ടില്ലേ? അത് ഞാൻ ഒരു ന്യൂ കമറാണല്ലോ, എനിക്ക് വലിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഫൈനാൻസ് മിനിസ്റ്ററോട് ഞാൻ ഈശോനെക്കുറിച്ച് പറയണത്, അയാളെന്ത് വിചാരിക്കും, അയാളെന്നെ സ്വീകരിക്കുമോ ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പോസ്തലൻ അടുത്ത ആത്മാഭിഷേകത്തോട് ചോദിക്കും, നിങ്ങളെ രഥത്തിൽ നിന്ന് വായിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് അത് കൂടെ നടന്നിട്ട് അതിൻ്റെ കൂടെ നടക്കുകയാണ്. ഒരാളിൻ്റെ കൂടെ നമ്മൾ നടന്നതിന് ശേഷമാണ് പിഴച്ച പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ ചോദിക്കുകയല്ല, കൂടെ നടക്കണം. അപ്പോസ്തല പ്രവർത്തനം 8:29-30. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുന്നതാണ് സുവിശേഷ പേരിൽ ആദ്യം. ഇപ്പം ചില ആൾക്കാർ, രോഗികളെ, പീഡിതര്, പ്രയാസമുള്ളവർ, കർത്താവായിട്ട് ആകാതെ നടക്കുന്നത്, അവിടെ കൂടെ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു നമ്മുടെ പത്രം കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ അതിൻ്റെ കൂടെ ചേർന്ന് നടക്കും. എന്താണ്? പിന്നെയും കാണുകയും കുശലപ്രശ്നങ്ങൾ ചോദിക്കുകയും കർത്താവിനെക്കുറിച്ച് സംസാരിക്കുക. അതാണ് ചേർന്ന് നടപ്പ്. അപ്പോൾ ചേർന്ന് നടക്കുമ്പോൾ അവർ നമ്മളോട് കർത്താവിനെക്കുറിച്ച് ചോദിക്കും. അങ്ങനെ ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിക്കണത്, ഇത് വ്യാഖ്യാനിച്ച് തരാൻ പറ്റുമോ എന്ന്. അങ്ങനെ പീലിപ്പോസ് വ്യാഖ്യാനിച്ച് കൊടുക്കും. അപ്പം അതുകൊണ്ട് പ്രേക്ഷിത ഉടമ്പടി ഇത് രണ്ടുമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഉപവിപ്രവർത്തനങ്ങളുമുണ്ട്. അതുകൊണ്ട് രണ്ടും അപ്പോസ്തലിക പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉടമ്പടിയിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കറക്റ്റ് ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.